എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഒരു 10-20 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കും. നിങ്ങൾക്ക് ആർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ല. ഞാൻ കല്യാണം കഴിക്കില്ല എന്നല്ല, എനിക്ക് എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എനിക്കൊരു റൈറ്റ് പേഴ്സൺ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് മറ്റേ ഈ സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഓക്കെ ഇന്ന പ്രായത്തിനുള്ളിൽ കല്യാണം കഴിക്കണം എന്ന് പറയുന്നത് എനിക്ക് ഓക്കെ അല്ല. നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക എന്താന്ന് വെച്ച് ചെയ്യും, നമുക്കെന്തോന്ന്. എല്ലാവർക്കും നമസ്കാരം. നിഖില വിമലിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, ഒരു നടിയാണ്, അഭിനയ കുലപതിയാണ്, നല്ലതായിട്ട് സിനിമകളൊക്കെ അഭിനയിക്കും. ചില സിനിമകളിൽ മാത്രം ചുമ്മാ നിൽക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആ ഗുരുവായൂർ അമ്പലം നടയിലാണ് പ്രത്യേകിച്ച് ഹൈലൈറ്റ് എടുത്ത് പറയാം. അതിൽ ചുമ്മാ നിൽക്കുന്ന പോലെ എനിക്ക് എവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ എന്തിനോ വേണ്ടി കണ്ണ് കെട്ടാതെ കൊണ്ട് നിർത്തിയതുപോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊന്നല്ലല്ലോ നമ്മളെ ഇവിടുത്തെ വിഷയം വേറെയാണ്. നിഖില വിമലിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയുണ്ടായി. ആ ഇന്റർവ്യൂവിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടേക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാറിയതുപോലെയും എന്നാൽ പറയുന്നതിൽ വാസ്തവമുണ്ടെന്നുള്ള ഒരു കാര്യവും സത്യമാണ്. അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ള. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ വിഷയത്തിലോട്ട് നേരെ പോവാം. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ കയ്യിൽ 10 പൈസ വന്നതിന് ശേഷം കല്യാണം കഴിക്കണ്ട, അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ കെട്ടിയവനെയും വേണ്ട, പിള്ളേരെയും വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പണ്ട് കാലത്ത് പെൺകുട്ടികൾ വീട്ടിലെ ജോലിയും ചെയ്ത് വീട്ടുകാരെയും നോക്കി ഹസ്ബൻഡിനെയും നോക്കി വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡിന്റെ ബാഗ് വാങ്ങി വീട്ടിൽ വെച്ചിട്ട് കുളിക്കാൻ തോർത്തെടുത്ത് കൊടുത്ത് കുളിച്ചു വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കോരി കൊടുക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു കാലം മുന്നേ. ആ ഒരു ഭാര്യ ഇന്ന് കാണാനില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ഒന്നുകിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് രാവിലെ ഒരുപോലെ അടുക്കള ജോലിയും ചെയ്തും കൊണ്ട് ജോലിക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് കാണാൻ സാധിക്കുന്നത്. പണ്ടത്തെ നാടൻ തനിമ. ഭാര്യ കറിയും കഞ്ഞിയും വെച്ച് ഭർത്താവിന് കൊടുത്ത് പാക്ക് ചെയ്ത് ചോറും ഊണുമൊക്കെ കൊടുത്ത് രാവിലെ ഉച്ചയ്ക്കും രാത്രിയും തോന്നി 3 നേരം തിന്നാനുള്ളത് പൊതിഞ്ഞു കൊടുത്ത് വിടുന്ന ഒരു കാലം. ആ കാലം ഇന്നില്ല. ഇന്ന് വേണമെങ്കിൽ സിനിമയിൽ കാണാൻ പറ്റും ആ കാലം. ഇങ്ങനെ കാലം മാറിയ സ്ഥിതിക്ക് സ്ത്രീകൾ വഴിതെറ്റി പോകുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. എനിക്കല്ല, ആൾക്കാർ മൊത്തത്തിലൊന്ന് ചോദിക്കുന്നത്. ചോദ്യം കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ ആലോചിച്ചു, എന്തുവാടാ ഇത് ഇങ്ങനെ? അങ്ങനെയൊന്നും ഇല്ലടേ. വഴിതെറ്റാൻ ഒരാൾ തീരുമാനിച്ചാൽ അത് വീട്ടിന്റെ അകത്തിരുന്നാലും തെറ്റും, വീട്ടിന്റെ പുറത്തിറങ്ങിയാലും തെറ്റും. അതിലൊന്നും ഒരു കാര്യമില്ല. എന്തായാലും ആങ്കറിന്റെ ചോദ്യം കേട്ടിട്ട് അതിനുള്ള ഉത്തരം പറയാം. പരിഗണന എന്താ? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. പെൺകുട്ടികളെന്താ കല്യാണം കഴിക്കാത്ത? പെൺകുട്ടികളുടെ എല്ലാം കയ്യിൽ പൈസയാണ്. അപ്പൊ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഭർത്താവിനെ നോക്കാൻ പറ്റില്ല, കുടുംബം നോക്കാൻ പറ്റില്ല. ഒക്കെ സിമിലർ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നോക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അപ്പൊ ഈ ഹസ്ബൻഡിനെയും കുടുംബത്തിനെയും നന്നാക്കേണ്ടത് പെണ്ണാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. നിഖിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ട്? ഈ ആങ്കർ പറഞ്ഞ ആ ചോദ്യത്തിലെ ഒരു ഉത്തരത്തിൽ കൂടി എനിക്കൊരു ഡൈജസ്റ്റ് കുറവുണ്ട്. ഈ ഹസ്ബൻഡിന്റെ നന്നാക്കേണ്ടത് അല്ലെങ്കിൽ കുടുംബം നോക്കേണ്ടത് പെണ്ണാണോ? അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഞാനൊരു കാര്യം പറയാം. പണ്ട് കാലത്ത് ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി പുറത്തുപോയി ജോലി ചെയ്യും. അത് എന്ത് ജോലി, ഏത് ജോലി എന്ന് പോലും ചിലപ്പം ഭാര്യ അറിയുന്നില്ല. അതിന്റെ പ്രയാസങ്ങളും ഭാര്യ അറിയുന്നില്ല. ആ കാലത്ത് ഇതുപോലെ ഭാര്യമാർ വീട്ടിൽ കഞ്ഞിയും കറിയൊക്കെ വെച്ച് ഭർത്താവിന് വൈകിട്ട് വരുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു സകുകുടുംബ ശ്യാമള പോലത്തെ രീതിയിൽ ഹാപ്പി ഫാമിലി ആയിട്ട് പോകും. എന്നാൽ ഭാര്യമാരും പട്ടിയെ പോലെ പണിയെടുത്ത് പോറ്റുന്ന വീടുകളുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങി പണിയെടുക്കുന്ന അല്ലെങ്കിൽ പല കൂലിപ്പണികൾക്കും പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുകൊണ്ട് ഇതൊരു കമ്പാരിസൺ എന്ന് പറയുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പറയാനും പറ്റത്തില്ല. ഓരോ കുടുംബത്തിന്റെ രീതി പോലെ ഇരിക്കും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭാര്യ വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരിസരമൊക്കെ 2 കുശുമ്പൊക്കെ പറഞ്ഞ് ആ ഒരു സെറ്റപ്പിൽ പോകും. ഭർത്താവ് പുറത്ത് പോയി പണിയെടുത്ത് മാടുപോലെ പണിയെടുത്ത് വീട്ടിൽ വന്ന് കയറും. ആ ഒരു സെറ്റപ്പാണ് ഒരു മിഡിൽ ക്ലാസ്സിലോട്ട് വരുമ്പോൾ. തീരെ പാവപ്പെട്ട ഫാമിലിയിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഭാര്യമാരും പണിയെടുക്കാൻ പോകും, തൊഴിലുറപ്പിനും അല്ലാതെ മറ്റെന്തെങ്കിലും കൂലിപ്പണികൾക്കൊക്കെ പോകും. അങ്ങനെ ഭർത്താവും ഭാര്യയും പോയി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഭർത്താക്കന്മാരും ഭാര്യമാരും എല്ലാവരും പോകാറുണ്ട് നല്ല നല്ല ഉയർന്ന കമ്പനികളിലും ജോലികളും കാര്യങ്ങളായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഭാര്യമാര് വഴിപഴച്ച് പോകും എന്നുള്ള ഒരു സാധനം ഭർത്താക്കന്മാർക്ക് ഓഫ് കോഴ്സ് വരുന്ന ഒരു ഡൗട്ടാണ്. അതൊരു സംശയരോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ ഭാര്യമാരും അങ്ങനെ വഴിപഴച്ച് പോകണമെന്നില്ല. വഴിപഴച്ച് പോകണമെന്നുള്ള സാധനങ്ങൾ വീട്ടിൽ ഇരുന്നാലും വഴിപഴച്ച് പോകും. പിന്നെ ജോലി എന്ന് പറഞ്ഞ് പുറത്തു പോകുന്ന ഭർത്താക്കന്മാർ അത്ര ഡീസന്റ് ഒന്നുമില്ല. എല്ലാവരും അല്ല, വഴിപഴച്ച് പോകുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്ക് ഒരു സർവേ എടുത്തോ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമല്ല. നന്നായിട്ട് ജീവിക്കണം എന്നൊരാണായാലും പെണ്ണായാലും വിചാരിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാം. പിന്നെ വേറൊരു ചോദ്യം വരുന്നതാണ്, പെൺപിള്ളേർ ഇന്ന് ജോലിക്ക് പോയി അവരുടെ കയ്യിൽ 10 പൈസ ഉള്ളത് കൊണ്ടല്ലേ ആണുങ്ങളെ വിലയില്ലാതെ കാണുന്നത്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്തത്, അഥവാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ എന്ന് പറയുന്ന സാധനം പോട്ട് പുല്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എടുത്തെറിയുന്നതും ഡിവോഴ്സ് അടിക്കുന്നതും കാണാൻ സാധിക്കുന്നത്.
അതിന്റെ റീസൺ അവരുടെ കുടുംബത്തിൽ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അല്ലാണ്ട് ഭാര്യയ്ക്ക് ജോലിയുള്ളത് കൊണ്ടല്ല ആ ഒരു സംഭവം വരുന്നത്. ഒരിക്കലും ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല സ്നേഹവും നല്ല ബോണ്ടും ആണെങ്കിൽ അവർക്ക് വേർപിരിയാനൊന്നും പറ്റത്തില്ല ചെറിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ. മറിച്ച് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, എടുത്ത് എറിയുന്നത് തന്നെയായിരിക്കും നല്ലത്. നമ്മൾ തന്നെ റീസെന്റ് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മരണങ്ങളുമായി ബന്ധപ്പെട്ട്. ഭാര്യ പോയി സ്വയം ജീവൻ എടുക്കുന്നതും കൊന്നു തള്ളുന്നതുമായിട്ടൊക്കെയുള്ള വിഷയങ്ങൾ. അതൊക്കെ കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിനകത്തുമുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഭാര്യമാര് ജോലിക്ക് പോയാൽ പിടിക്കാത്ത ഭർത്താക്കന്മാര്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉള്ള നാളുകൾ ഇന്നും ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവന്മാർക്ക് പെണ്ണുപോലും കിട്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഇന്നത്തെ കാലത്ത് പെമ്പിള്ളാർ ജോലിക്ക് പോകുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പണ്ടത്തെ കാലത്ത് ഭർത്താക്കന്മാര് പട്ടിയെ പോലെ പുറത്തു പോയി കിടന്ന് പണിയെടുത്ത് കൊണ്ടുവരുന്ന ഒറ്റ ശമ്പളം വെച്ച് ജീവിച്ച് തട്ടിമുട്ടിയും പോയ ഒരു കാലമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ 2 ശമ്പളം വരെയാണ്. അവർക്ക് കൂടുതൽ അടിപൊളിയായിട്ട് ജീവിതത്തിൽ ജീവിക്കാൻ പറ്റും. മക്കളുടെ കാര്യം നോക്കാനായാലും എന്തായാലും പറ്റും. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതിനിടയ്ക്ക് ചില ആൾക്കാർ മക്കളെ വളർത്താൻ മറന്നു പോകാറുണ്ട്. അങ്ങനത്തെ ടീംസും ഉണ്ട്. അതുകൊണ്ട് മൊത്തത്തിലൊക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞ കേസുകളും ഉണ്ട്, നല്ല കേസുകളുണ്ട്. എന്നാൽ നല്ലപോലെ ഭാര്യയും ഭർത്താവും പുറത്ത് ജോലിക്ക് പോയി അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്ന കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് നമുക്ക് ഈ കേസിൽ പറയാൻ പറ്റത്തില്ല. നിഖില വിമൽ ഇതിന് പറയുന്ന ഒരു മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു കാരണവശാലും അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് വേണമെങ്കിൽ നിങ്ങൾ സ്വയം നന്നാവുക എന്ന് പറയുന്നതാണ് എൻ്റെ പോളിസി. ഞാൻ നിങ്ങളെ നന്നാക്കുകയില്ല, എനിക്ക് നിങ്ങളെ മോശമാക്കാനും താല്പര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവുക എന്ന് പറയുന്ന സ്പേസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഇവിടെ നിഖില വിമൽ പറയുന്ന വർത്തമാനത്തിൽ ഒരു അഹങ്കാരമില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന്റെ റീസൺ സ്വന്തമായിട്ട് കയ്യിൽ 10 പൈസ ഉള്ളത് കൊണ്ടല്ല ആ ഒരു അഹങ്കാര വർത്തമാനം എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കേണ്ടി വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താക്കന്മാർ പുറത്ത് ജോലി ചെയ്ത് വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യമാര് അടിമക്കണക്കിന് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഭർത്താക്കന്മാർ എന്തോ വലിയ അഹങ്കാരവും കാണിച്ച് വലിയ സംഭവം പോലെ ഇരുന്ന ഒരു കാലമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഭാര്യമാർക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകുക തന്നെ ചെയ്യണം. അല്ലാതെ വീട്ടിൽ അടുക്കള ജോലിയും ചെയ്ത് അടിമക്കണക്കിന് കിടക്കേണ്ടവളല്ല ഒരു സ്ത്രീ എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇവിടെ നിഖില വിമൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് പല വിഷയങ്ങളിലും ഇവരോട് യോജിപ്പില്ല, പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സ്ത്രീ പുറത്ത് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി അവളുടെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ പൈസ അഹങ്കാരമായി മാറി അതൊരു കുന്തളിപ്പായി മാറി മോശം ചിന്തയിലോട്ട് മോശം വഴിയിലോട്ട് പോയാൽ മാത്രമേ എനിക്ക് യോജിപ്പില്ലാതുള്ളൂ. എന്നാൽ ഇന്ന് സ്ത്രീകൾ ജോലി ചെയ്ത് സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടാക്കുന്നതിനെ തുടർന്ന് പല കുടുംബ ബന്ധങ്ങളും തകർന്ന ചരിത്രവുമുണ്ട്. ഏത് കാര്യം പിടിയിട്ട് കാണുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ഞാൻ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, അവരുടെ കുടുംബങ്ങളിൽ അവർക്ക് ജോലിയില്ല, വീട്ടിൽ ഒരു അടുക്കളക്കാരിയായിട്ട് മാത്രം മാറുന്ന സമയത്ത് ഭർത്താക്കന്മാരുടെ അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് അവർക്കുണ്ടാവുന്നത്. കാരണം അവരുടെ കയ്യിൽ 10 പൈസ ഇല്ല. അവർക്കായിട്ട് എന്തെങ്കിലും മേടിക്കാനോ എന്തെങ്കിലും എടുത്ത് ചെലവാക്കാനോ അവർക്ക് ജോലിയില്ല, പൈസയില്ല, സമ്പാദ്യമായ ഒന്നുമില്ല. ജീവിതം ഇങ്ങനെ ജീവിച്ച് തീർക്കുന്ന സിറ്റുവേഷനിലോട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ടും പറയുന്ന, സ്ത്രീകളും സ്വന്തമായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കണം. അല്ലാത്തടത്തോളം കാലം അവരുടെ ജീവിതം കോഞ്ഞാട്ടയായി മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെട്ടുന്നവൻ ചിലപ്പോൾ നേരെ ചൊവ്വെന്ന് നോക്കത്തില്ല. അവന്റെ കാര്യം നോക്കി ബാക്കി ഒരു അടിമക്കണക്കിന് ഭാര്യ എടുത്തിടാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജോലിയും സമ്പാദ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാൻഡിൽ നിൽക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി 1-2 കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. ഈ കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഡൈജസ്റ്റീവ് ആയിട്ടുള്ള കാര്യമില്ല, എന്നാൽ പോയിന്റും ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. അതാണ് ഈ കേസിൽ ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു ന്യൂട്രൽ പിടിച്ചു പോകാനേ പറ്റത്തുള്ളൂ, ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഒരു ജോലിക്ക് കാത്ത് കിടക്കുന്ന ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്ത അവന്റെ കുടുംബം, അവന്റെ അച്ഛൻ അമ്മ ബാക്കിയുള്ളവർ ഇങ്ങനെ ആയിരിക്കും. അതേസമയം ഒരു പെൺകുട്ടിയാണെങ്കിൽ നേരെ മറിച്ച് ജോലിയും ശമ്പളവും ആയാൽ എനിക്കിനി ആരെയും വേണ്ട, സ്വന്തം കാലിൽ നിൽക്കാറായി. പുതിയ തലമുറയിൽ സംഭവിച്ചതും അത് തന്നെയാണ്. വരുമാനമായി കഴിഞ്ഞാൽ ആരും വേണ്ട, സ്വന്തം കാര്യം മാത്രം, അതിലേക്ക് ഇടുങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഈ കമന്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിയാണ്, എന്നാൽ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ തെറ്റാണ്. ഒരുപാട് സ്ത്രീകൾ സ്വന്തം കുടുംബങ്ങൾ നോക്കുന്നുണ്ട്. അതായത് പട്ടിയെ പോലെ പണിയെടുത്ത് കുടിയന്മാരായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അടക്കം അവന്മാർ കുടിച്ചു കൂത്താടി നടക്കുമ്പോൾ വീട്ടിലെ സ്ത്രീകൾ ജോലിക്ക് പോയും തൊഴിലുറപ്പിന് പോയും പല രീതിയിലും അവർ പൈസ ഉണ്ടാക്കി കുടുംബം പോറ്റുന്ന, മക്കളെ വളർത്തുന്ന, അന്നുള്ള ആഹാരം കഴിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെ സ്ത്രീകളാണ് ഹീറോ. ഈ വെള്ളമടിച്ച് കോൺതെറ്റി കുടിയന്മാരായി നടക്കുന്ന ഭർത്താക്കന്മാരല്ല അവിടെ ഹീറോ. അവന്മാര് പണിക്ക് പോകുന്ന പൈസയ്ക്ക് കുടിച്ച് പേക്കൂത്തും ആടി നടക്കുന്നവന്മാരാണ്. അങ്ങനെ ഉള്ളവന്മാരുടെ കുടുംബം പോറ്റുന്ന സ്ത്രീകളാണ്. അപ്പൊ ഈ കമന്റ് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. വൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ കുടുംബങ്ങളിൽ സ്ത്രീകൾ ജോലി ഉണ്ടെങ്കിൽ ഇതുപോലെ അവർക്ക് കിട്ടുന്ന കാശൊക്കെ ലാവിഷടിച്ച് അങ്ങ് നടക്കും. പുരുഷന്മാരുടെ തലയിലാണ് ബാധ്യത. അത് ഏത് പോയിന്റ് ഓഫ് വ്യൂലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പുരുഷന്മാർ പട്ടിയെ പോലെ പണിയെടുത്ത്
പണിയെടുത്ത് ജോലി ചെയ്ത് പെങ്ങളെ കെട്ടിക്കണം, സ്വന്തം മക്കളെ വളർത്തണം, പഠന ചെലവ്, അവരെ കെട്ടിക്കണം, അങ്ങനത്തെ ഒരുപാട് ചിലവുകളുണ്ട്, ആശുപത്രി ചെലവ്, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം തലയിലിരിക്കുന്ന പുരുഷന്മാരുണ്ട്. അതുപോലെ ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം തലയിലിരിക്കുന്ന സ്ത്രീകളുമുണ്ട്. നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റാത്ത കാര്യമാണ് ഈ ഒരു വിഷയം. ആണിന് ജോലി കിട്ടിയാൽ കുടുംബം നോക്കണം, പെണ്ണിന് ജോലി കിട്ടിയാൽ സ്വന്തം കാലിൽ നിൽക്കണം. ആ ചിന്തയാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കറക്റ്റാണ്, എന്നാൽ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ തെറ്റാണ്. അങ്ങനെ തന്നെ പറയാൻ പറ്റും. അത് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു പരിധി കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കരുത്. നമ്മൾ സഹിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുമ്പോൾ ചെയ്യാമായിരുന്നു, നമുക്ക് വേറൊരു ലൈഫ് ഉണ്ടായേനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത് പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്തത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ലാത്തതോ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടായിരിക്കും അതില്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ സിനിമയിൽ വന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ പഠിക്കുമ്പം ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം കോളേജിലാണ്, സർ സയ്യിദ് കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഒരു 10-20 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കും. ഞങ്ങൾ അവിടുത്തെ ഒരു സെറ്റപ്പിൽ അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറയും, ഇത് കഴിഞ്ഞിട്ട് പഠിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കും, ഭർത്താവ് പഠിക്കാൻ വിടും. ഞാൻ ഭർത്താവല്ല പഠിക്കാൻ വിടണം, നീ പഠിക്കുമോ എന്നുള്ളതാണ് ചോദിക്കണേന്ന്. അപ്പം ഞാൻ ഈ പറഞ്ഞ് ശല്യം ചെയ്തിട്ട് ഇപ്പൊ പഠിച്ച ഡിഗ്രി എടുത്ത എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതായത് എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് അറിയില്ല, ഇപ്പം അറിയില്ല. അതായത് നാളെ എന്തെങ്കിലും, അതിപ്പം ഡിവോഴ്സ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി ഭർത്താവിൻ്റെ ഒരു ഫിനാൻഷ്യൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് വെറുതെ നോക്കി നിൽക്കുന്ന പോലത്തെ ഒരു സ്പേസിൽ നിങ്ങൾ വരരുത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാം. ഈ എഡ്യൂക്കേഷൻ കൊണ്ട് ചിലർ ഉദ്ദേശിക്കുന്നത് ജോലി വാങ്ങണം, പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യമാണ്. എന്നാൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല. നമുക്ക് വിവരവും വിദ്യാഭ്യാസവും ബോധവും എന്ന് പറയുന്ന സാധനം വേണം. അതിന് എഡ്യൂക്കേഷൻ മസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വഴക്കും കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ വഴക്കും കാര്യങ്ങളും ഉണ്ടായ സ്പോട്ടിൽ തന്നെ ഇട്ടിട്ട് എറിഞ്ഞിട്ട് ബ്രേക്കപ്പും ഡിവോഴ്സും ആയി പോകുന്ന റിലേഷൻ എനിക്കിഷ്ടമല്ല. അങ്ങനത്തെ റിലേഷൻ ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ടോക്സിക് ആയിട്ടും അങ്ങേയറ്റം ടോക്സിക് ആയിട്ടുള്ള റിലേഷനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ബന്ധം വേർപെടുത്തുക തന്നെ വേണം. അങ്ങനത്തെ ബന്ധങ്ങൾ വച്ച് പൊറപ്പിക്കാൻ പാടില്ല തന്നെ. എന്നാൽ നിഖില വിമൽ ഇങ്ങനത്തെ ഒരു പോയിന്റ് പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് നെഗറ്റീവായിട്ടും തെറിവിളിയുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. ഒരെണ്ണം ഞാൻ വായിക്കാം. നിഖിലയ്ക്ക് ഒരു നല്ല ഭാര്യയാകാൻ പറ്റില്ല, കെട്ടാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. നിഖില അത്യാവശ്യം സെറ്റ് ആയതിനു ശേഷം ഫ്യൂച്ചറിൽ അവർക്ക് കണക്ട് ആവുന്ന ആരെങ്കിലും ലൈഫിൽ വന്നാൽ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്നാണ് നിഖില പറയുന്നത്. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ എപ്പോഴാണ് ഓക്കെ ആവുന്നത്, ഒരു കല്യാണം കഴിച്ച ഒരു കുടുംബ ജീവിതം നയിക്കണമെന്ന് നമ്മൾ എപ്പോഴാണ് ഓക്കെ ആകുന്നത്, ആ സമയത്ത് വേണം കല്യാണവും കുടുംബമായിട്ടൊക്കെ പോകാൻ. എന്ന് വെച്ചിട്ട് 10, 50, 60 ആകുന്നത് വരെ കാത്തിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അത്യാവശ്യം എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ജോലിയൊക്കെ ആയി ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആയി തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആയതിനു ശേഷമോ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിലേഷനിൽ കയറി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെക്കാളും ശമ്പളം അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെക്കാളും ശമ്പളമുണ്ട് എന്ന് പരസ്പരം ഒരു ഈഗോയോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് അടിപൊളിയായിട്ട് രണ്ടുപേരുടെ ശമ്പളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ സ്നേഹിച്ചും കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളുമായി ജീവിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാ ബന്ധങ്ങളും കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ ഒരു ഈഗോയും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ആ ബന്ധം ഒരിക്കലും ഫെയർ ആയിട്ട് പോകത്തില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നിഖില വിമലിന്റെ പോയിന്റ് ഒക്കെ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഈ കേസിൽ നിഖില വിമലിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീ ഒരിക്കലും ഒരു അടുക്കളയിൽ ജോലി ചെയ്ത് മരിക്കേണ്ടവൾ അല്ല എന്ന് സ്വയമേ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക. എന്ന് വെച്ചിട്ട് ഭർത്താവിന്റെ തലയിൽ കയറിയിരുന്ന് ഞരങ്ങാനുള്ള ഒരു ലൈസൻസ് ആണെന്ന് പറഞ്ഞ് സ്വയമേ ഒരു ഈഗോയും പൊങ്ങച്ചവും ആക്കി എടുക്കരുത്. ഒരു ജീവിതത്തിലും ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഭർത്താവ് ആയാലും ഭാര്യ ആയാലും ഒരു ഫ്രണ്ടായിട്ട് കണ്ട് ആ ഒരു റിലേഷൻ പോലെ ആയിരിക്കണം പോകുന്നത്. എങ്കിൽ മാത്രമേ ജീവിതം അടിപൊളിയാകുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.